KEAM 2024 സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് ഫോർ എഞ്ചിനീയറിംഗിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ സിവിൽ എഞ്ചിനീയറിംഗിന് KEAM 2024 കയറിയിട്ടുള്ള, അതായത് സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ വന്നിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ സിവിൽ എഞ്ചിനീയറിംഗിൽ ആദ്യം തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ്. അത് ഗവൺമെൻറ് ടൈപ്പ് സീറ്റാണ്. അവിടെ 13,207 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. ഇഴവായിരുന്നാണെങ്കിൽ 16,790 മുസ്ലിംസ് ആണെങ്കിൽ 17,673 കയറിയിട്ടുണ്ട്. ഇനി SC/ST ആണെങ്കിൽ ആണെങ്കിൽ 45,000 അല്ലെങ്കിൽ 46,000 വരെ കയറിയിട്ടുണ്ട്. ആൻഡ് ST ആണെങ്കിൽ 47,48,000. സോ ഈ വർഷം ഏകദേശം 48,000 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിലിൽ കോഴിക്കോട് കിട്ടും. SC/ST ആണെങ്കിൽ ഒരു 13 അല്ലെങ്കിൽ 12,000 13,000 റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സിവിൽ എഞ്ചിനീയറിങ്ങിന് കോഴിക്കോട് കിട്ടും. ഇനി GC കണ്ണൂരാണ്. അവിടെ 13,423 ആണ് സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് കയറിയിട്ടുള്ളത്. ഇഴവയാണെങ്കിൽ 15,829 ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. മുസ്ലിംസ് ആണെങ്കിൽ 16,634 ആണ് ലാസ്റ്റ് കയറിയിട്ടുള്ളത്. പിന്നെ SC ആണെങ്കിൽ 35,616 ST ആണെങ്കിൽ 32,027 ആണ്. അപ്പം നിങ്ങൾക്ക് GC കണ്ണൂർ കിട്ടണമെങ്കിൽ ഒരു 13,000 14,000 റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് GC കണ്ണൂർ കിട്ടും. ഓക്കെ, ഇനി വരുന്നത് RIT കോട്ടയമാണ്. RIT കോട്ടയം ഗവൺമെൻറ് സീറ്റാണ്. അവിടെ 13,354 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റ് കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്നത്. ഇഴവയായിരുന്നപ്പോൾ 16,157. മുസ്ലിംസ് ആണെങ്കിൽ ഒരു 14,000 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് RITയിൽ കിട്ടും. SC ആണെങ്കിൽ ഒരു 38,000-39,000 ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടും. പിന്നെ ST ആണെങ്കിൽ ഏകദേശം ഒരു 45,000 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് RIT കിട്ടും. ഇനി MSc കോതമംഗലമാണ്. അത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 13,349 ആണ് ലാസ്റ്റ് കയറിയിട്ടുള്ള സ്റ്റേറ്റ് മെറിറ്റ്. ഇഴവയാണെങ്കിൽ 15,963 മുസ്ലിംസ് ആണെങ്കിൽ 15,997 ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. സോ ഈ വർഷം ഏകദേശം ഒരു സ്റ്റേറ്റ് മെറിറ്റിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 14 റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും MScയിൽ അഡ്മിഷൻ കിട്ടും. MScയും അത്യാവശ്യം നല്ലൊരു കോളേജാണ്. പിന്നെ വരുന്ന NSS പാലക്കാടാണ്. NSS പാലക്കാടും ഒരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്. അവിടെ 13,148 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇഴവയായിരുന്നു നിങ്ങൾക്ക് ഒരു 18,000 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാവുന്നതാണ്. 18,000 ഒക്കെ തന്നെ. പിന്നെ മുസ്ലിംസ് ആണെങ്കിൽ ഒരു 17,678 ഒക്കെ ആയിരുന്നു അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ SC ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 47 ഒക്കെ ഉണ്ടെങ്കിൽ MScയിൽ അഡ്മിഷൻ കിട്ടും. ഒരു 50 ഒക്കെ റേഞ്ച് ഉണ്ടെങ്കിൽ STക്കും അവിടെ അഡ്മിഷൻ കിട്ടും. ഇനി GEC പാലക്കാടാണ്. അത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെ 13,425 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നത് GEC തൃശ്ശൂരാണ്. GEC തൃശ്ശൂർ 9,565 ആണ് സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇഴവ ആണെങ്കിൽ നിങ്ങൾക്ക് 10,780 ആയിരുന്നു ലാസ്റ്റ് കയറിയിട്ടുള്ളത്. മുസ്ലിംസ് ആണെങ്കിൽ 10,829 ആണ്. പിന്നെ SC/ST ആണെങ്കിൽ ഒരു 26,000 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SC ആയിരുന്നു. ST ആണെങ്കിൽ 44,000 ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ TKM കൊല്ലമാണ്. TKM കൊല്ലം 10,506 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിട്ടുള്ളത് ലാസ്റ്റ് റാങ്ക്. പിന്നെ ഇഴവയായിരുന്നെങ്കിൽ 11,625 ആണ്. ഓക്കെ, പിന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹിൽ തിരുവനന്തപുരം. അതും ഗവൺമെൻറ് കോളേജാണ്. അവിടെ 12,144 ആയിരുന്നു സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ CET ആണ്. CET ഗവൺമെൻറ് കോളേജാണ്. അവിടെ 5,286 ആണ് സിവിൽ കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക്. ഓക്കെ, പിന്നെ വരുന്നിട്ടുള്ളത് പിന്നെ നല്ലൊരു കോളേജ് എന്ന് പറഞ്ഞാൽ LBS. അത്യാവശ്യം ഒരു ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജ്, നല്ലൊരു കോളേജാണ്. പിന്നെ KMCTയുടെ ചില കോളേജുകൾ, ചില കോളേജ് KMCTയുടെ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കോഴിക്കോടുള്ള 2 ഉണ്ട്. സോ അതിൽ അവിടെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സീറ്റാണ്. ഗവൺമെൻറ് സീറ്റ് തന്നെയാണ്. അപ്പോൾ ഗവൺമെൻറ് ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കോളേജാണ് അത്. പിന്നെ വരുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, ഒരു നല്ലൊരു കോളേജാണ്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ
അത്യാവശ്യം നല്ല റാങ്ക് വരുന്ന നല്ല അടിപൊളി ഇത് വരുന്ന കോളേജാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്താണെങ്കിലും പറ്റുന്നതാണെങ്കിൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.